ഇതില് മറമാടപ്പെട്ട് കിടക്കുന്ന വ്യക്തിയുടെ ചരിത്രം വർഷങ്ങൾക്ക് മുമ്പ് പുറക്കാട് മണ്ണിൽ അടങ്ങിയ വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മുടെ അറിവ് വെച്ച് പറഞ്ഞാൽ ഏതാണ്ട് 100ഓളം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്ന് കപ്പൽ മാർഗം കച്ചവടത്തിനായി ഒരു സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഇവിടെ മറമാടിയിരിക്കുന്നത് അറിയാൻ കഴിയും. ആ കപ്പല് അന്നത്തെ കടൽക്ഷോഭത്തിൽപ്പെട്ട് തകർന്നടിയുകയും അതിലുണ്ടായിരുന്നവരെല്ലാം മരണമടയുകയും ചെയ്തു. അങ്ങനെ ഈ കപ്പലിൽ ഒരു സയ്യിദുണ്ടെന്നും അത് പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട വ്യക്തിത്വമാണെന്നും അറിയാൻ കഴിയും. ഏതാണ്ട് അറിയാൻ സാധിച്ചത് ഇങ്ങനെ കപ്പലിൽ വന്നിരിക്കുന്നതിൽ കപ്പൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ അറേബ്യൻ രാജ്യത്തിൽ നിന്ന് അന്നുണ്ടായിരുന്നവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കപ്പലിൽ വന്നിരിക്കുന്നതിൽ സയ്യിദാണ് എന്നുള്ളതും അത് പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ടതാണ്, കച്ചവട ആവശ്യത്തിൽ വന്നതാണെന്നും ആ കപ്പലാണ് തകർന്നിരിക്കുന്നതെന്നും അറേബ്യൻ രാജ്യത്തിൽ അറിയുകയും അവിടുന്ന് ഇവിടെ ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ സയ്യിദാണ് ഇതിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തി എന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഈ മയ്യത്ത് ഇതിനും ഒരു 2 കിലോമീറ്റർ അപ്പുറം പുന്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായി വന്ന് അടിഞ്ഞു കയറുന്നത്, കരക്ക് വരുന്നത്. അത് രാവിലെ പടിഞ്ഞാറ് ചെന്ന ഏതോ വ്യക്തികള് തെള്ളി വീണ്ടും കടലിലേക്ക് വിടുകയും പല്ലന എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കരക്ക് കയറുകയും ചെയ്തു. പല്ലന. അപ്പം അവിടെ ഈ മയ്യത്ത് കരക്ക് കയറിയതിനു ശേഷം മയ്യത്ത് പെട്ടെന്ന് തന്നെ ഒരു മുസ്ലിമിന്റെ മയ്യത്താണ് എന്ന് തോന്നത്തക്ക ചില അടയാളങ്ങൾ രൂപപ്പെട്ടു എന്നാണ് അന്നുള്ള മുൻഗാമികൾ പറഞ്ഞറിഞ്ഞത്. നെറ്റിയിൽ ചന്ദ്രക്കുല കണ്ടെന്നും വെള്ളത്തില് തീ കത്തിയെന്നും മയ്യത്ത് മാർഗം ചെയ്തിട്ടുള്ളതായി ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെ ഇത് ആ സയ്യിദ് ഇങ്ങനെ കപ്പലിൽ വന്നിട്ടുണ്ടെന്നും കപ്പൽ മറിഞ്ഞിട്ടുണ്ടെന്നുള്ള ആ അറിവും കൂടി വെച്ചുകൊണ്ട് ഇത് സയ്യിദാണെന്ന് സ്ഥിരീകരിക്കുകയും അന്നുള്ള ആ പണ്ഡിതന്മാര് സയ്യിദാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തില് ഈ മയ്യത്തിന് വേണ്ടി പല ജമാഅത്തുകളും അവകാശവാദം ഉന്നയിച്ചു. ഈ മയ്യത്തിന് വേണ്ടി സയ്യിദാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മയ്യത്ത് ഞങ്ങൾക്ക് വേണമെന്ന് പല ജമാഅത്തുകളും അവകാശവാദം ഉന്നയിച്ചു. അന്ന് ഒരു തർക്കത്തിന്റെ മട്ടിലേക്ക് വിഷയം എത്തുകയും അവസാനം അന്ന് ഉണ്ടായിരുന്ന ഏതോ ഒരു പണ്ഡിതനോ ആരോ ഒരു മധ്യസ്ഥൻ, അത് ഒരു ആ നാട്ടിലെ പ്രമാണിയോ അതല്ലെങ്കിൽ ഒരു പണ്ഡിതനോ ആരോ അന്ന് ഒരു മധ്യസ്ഥന്റെ റോള് വഹിക്കുകയും അദ്ദേഹം പറഞ്ഞു, ഈ മയ്യത്ത് ആര് പൊക്കിയാൽ പൊങ്ങുന്നോ അവര് മയ്യത്തും കൊണ്ട് പോവുക വേണ്ടി ആ മധ്യസ്ഥൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഞങ്ങളുടെ തൊട്ട് സമീപത്തെ ജമാഅത്തുകളായ തോട്ടപ്പള്ളി മുസ്ലിം ജമാഅത്ത്, വല്ലന മുസ്ലിം ജമാഅത്ത്, വാനു മുസ്ലിം ജമാഅത്ത് ഇവിടങ്ങളിലുള്ള അന്നത്തെ ആ പല്ലുപരിപാലന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ മയ്യത്ത് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിട്ട് പരാജയപ്പെടുകയും പുറക്കാട് ജമാഅത്തിൽപ്പെട്ട അന്നത്തെ ആ ആളുകൾ മയ്യത്ത് താങ്ങുകയും മയ്യത്ത് പൊങ്ങുകയും മയ്യത്തും കൊണ്ട് പോരുകയും ആയിരുന്നു എന്നാണ് ഈ മയ്യത്തിനെ കുറിച്ചുള്ള ചരിത്രം. അങ്ങനെയാണ് അദ്ദേഹത്തിന് അറബി സയ്യിദ് എന്ന അറേബ്യയിൽ നിന്ന് വന്ന വ്യക്തി സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ആള് എന്ന നിലയിൽ അറബി സയ്യിദ് എന്ന നാമകരണം നൽകി വർഷങ്ങളായി ഈ പുറക്കാടിന്റെ കടലോരത്ത് അന്ത്യവിശ്രമം. അദ്ദേഹത്തിന്റെ പേര് അറിയപ്പെട്ടിട്ടില്ല. സയ്യിദാണ് എന്നും അറേബ്യൻ രാജ്യത്ത് നിന്ന് വന്നതാണ് എന്നും അറിയാവുന്നത് കൊണ്ട് അറബി സയ്യിദ് എന്നുള്ള നാമകരണത്തിൽ നിന്നും അറിയപ്പെടുന്നു. എത്ര വർഷമായി ഈ സംഭവം നടന്നിട്ട്? ഏതാണ്ട് ഒരു നൂറ്റാണ്ടോ മേലിലായിട്ടുണ്ടാവും. ഒരു നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഈ പ്ലാറ്റ്ഫോം സംവിധാനങ്ങളൊന്നുമില്ല. വെറും മണ്ണില് ഖബർസ്ഥാൻ മാത്രമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇവിടെ ഈ സംവിധാനം ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ പേരിൽ നേർച്ച പരിപാടികളെല്ലാം നടക്കാറുണ്ട്. പ്രധാനമായി തൈവപ്പും
മൂടാവിയുമാണ് നേർച്ച. ദൈവത്ത് കൈവെപ്പ് എന്നുദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ നേർച്ചക്ക് വരുന്നവര് അവരുടെ ഉദ്ദേശങ്ങൾ, ഇപ്പൊ രോഗത്തിന് ശമനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പുറക്കാട് അറബി സെയ്ത് തങ്ങളുടെ മക്കളുടെ അവിടേക്ക് ഒരു തൈ വാങ്ങി നേർച്ചയായി കൊടുത്തോളാം എന്നുള്ള നേർച്ച. അവിടെ തൈ ഇവിടെ ഉണ്ട്. എന്ത് തൈ? തെങ്ങൻ തൈ. തെങ്ങൻ തൈ അപ്പൊ അതിവിടെ ഉണ്ട്. ഇവിടെ ഉള്ളത് വിലക്ക് വാങ്ങിച്ച് 15 രൂപ വിലക്ക് വാങ്ങിച്ച് അവര് വെക്കാറുണ്ട്. അത് കൂടുതലും അന്യമതസ്ഥയിൽപ്പെട്ടവരാണ് ഒരുപാട് പേര് വന്നു പോകുന്നത്. അത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതല്ല, അതിനൊരു മാറ്റവും